എൻ്റെ അടുത്ത ചോദ്യം സ്വാമിനി അമ്മയുടെയാണ്. സനാതനധർമ്മം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ലഭിക്കുന്ന മറുപടി അത് വർണ്ണ ആശ്രമ ധർമ്മങ്ങളാണെന്ന് പറയും. അപ്പോൾ അതിൽ വർണ്ണം തൽക്കാലം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ചതുരാശ്രമങ്ങളാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെയുള്ള 4 ആശ്രമങ്ങളെയാണ് പിന്നീട് സനാതനധർമ്മമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരൊക്കെ പറയുന്നത് ഇതൊരു കംപ്ലീറ്റ് ലൈഫാണെന്ന് പറയുന്നു. ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അനുഭവിക്കുന്നത് ഈ രീതിയിൽ ജീവിക്കുമ്പോഴാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ എത്തുന്ന സന്യാസം ക്രമിക സന്യാസം എന്നും അറിയപ്പെടുന്നു. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന അമ്മ തൻ്റെ അത്തരത്തിലുള്ള ഒരു രൂപാന്തരപ്പെടൽ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, ഒടുവിൽ സന്യാസം, അത് അമ്മ ഞങ്ങൾക്കൊന്ന് പങ്കുവെച്ച് തരും. ഓം ദേവസവിതഃ പ്രസുവയജ്ഞം പ്രസുവയജ്ഞപതിം ഭഗായ ദിവ്യോ ഗന്ധർവഃ കേതപുഃ കേദം നഃ പുനാതു വാചസ്പതിർവാചം നഃ സ്വതതു. ഓം ഗും ഗുരുഭ്യോ നമഃ. ശ്രമിഷ്ഠ എന്നാൽ തളർന്നത് എന്നർത്ഥം. അശ്രമിഷ്ഠ എന്നാൽ തളരാത്തത്, ക്ഷീണിക്കാത്തത് എന്നർത്ഥം. ഈ ആശ്രമധർമ്മം എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യ ആശ്രമമായാലും ഗൃഹസ്ഥ ആശ്രമമായാലും വാനപ്രസ്ഥ ആശ്രമമായാലും സന്യാസ ആശ്രമമായാലും ക്ഷീണിക്കാതെ പ്രവർത്തിക്കണം. അതാണ് ആശ്രമം. ആശ്രമം ഭഗവാനിലേക്ക് എത്താനുള്ള ശ്രമം. ഞാൻ അല്പം സ്പീഡിൽ പറയുകയാണ്, നമുക്ക് സമയപരിധിയുള്ളത് കൊണ്ട്. ബ്രഹ്മചര്യ ഗൃഹസ്ഥ വാനപ്രസ്ഥ ആശ്രമത്തിലൂടെ ഇപ്പോൾ ഈ സന്യാസ ആശ്രമത്തിൻ്റെ ആനന്ദത്തിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം മധുരമുള്ള ഒരു ജീവിതകാലമാണ് കഴിഞ്ഞു പോന്നത് എന്ന് ആസ്വാദനത്തോടെ മനസ്സിലാക്കുന്നു. ബ്രഹ്മചര്യ ആശ്രമം ഷോഡശ സംസ്കാരങ്ങളിൽ 11ാമത്തേതായ ഉപനയനത്തോടു കൂടിയാണ് ഒരു ജീവൻ ബ്രഹ്മചര്യ ആശ്രമത്തിലേക്ക് കടക്കുന്നത്. ആൺകുട്ടികൾക്ക് ഉപനയനം, പെൺകുട്ടികൾക്കും പണ്ട് കാലത്ത് ഉപനയനം ഉണ്ടായിരുന്നു. പിന്നീടത് ഇല്ലാതെയായി. ബ്രഹ്മചര്യ ആശ്രമത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്തിന് ഉപനയനം? കുമാരൻ, കുമാരി. കുമാരൻ എന്നുള്ള പദം മാരൻ്റെ കുത്സിത പ്രവർത്തികൾ ശരീരത്തിലും മനസ്സിലും വികാരങ്ങളിലുമെല്ലാം ആരംഭിക്കുന്ന പ്രായമാണ് കുമാരനിലും കുമാരിയിലും ഉണ്ടാകുന്നത്. ആ പ്രായത്ത് പെൺകുട്ടികളെ നമ്മൾ പറയും എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെന്ന്. അപ്പോൾ പെൺകുട്ടികളെ നാം സൂക്ഷിച്ച് കൊണ്ടുപോകുന്നു. ആൺകുട്ടികൾക്ക് ഉപനയനം. ഗർഭപാത്രത്തിൽ ഏതുപോലെയാണോ ഒരു കുട്ടി അമ്മയുടെ പൊക്കിൽ കൊടിയാൽ സംരക്ഷിതനായിട്ട് അല്ലെങ്കിൽ സംരക്ഷിതയായിട്ട് കിടന്നത്, അതുപോലെ താൻ പഠിക്കുവാൻ പോകുന്ന ധർമ്മ വ്യവസ്ഥകളെ തൻ്റെ ജീവിതത്തിലും കർമ്മത്തിലും ചിന്താധാരയിലും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ വിചാരങ്ങളെയും വികാരങ്ങളെയും എല്ലാം നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കണം. അതിന് ശരീരത്തിൻ്റെ സോമ, സൂര്യ, അഗ്നി മണ്ഡലങ്ങളെ ബന്ധിക്കണം. മസ്തിഷ്കത്തെയും ഹൃദയത്തെയും നാഭിയെയും ബന്ധിക്കുന്ന ഒരു മേഖലാബന്ധനമാണ് ഉപനയനം. അങ്ങനെ ഉപനയന സംസ്കാരത്തിലൂടെ ബ്രഹ്മചര്യ ആശ്രമത്തിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പഠിക്കുന്നത് എല്ലാം തന്നെ അവനോ അവളോ ചെയ്യാൻ പോകുന്ന കർമ്മത്തിൻ്റെ. മുന്നോട്ട് വരുന്ന ആശ്രമങ്ങളിൽ, ഗൃഹസ്ഥാശ്രമത്തിൽ എങ്ങനെയാണ് ധാർമ്മികമായി ധനമാർജിച്ചുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തെ സമ്യക്കായി വേണ്ടതുപോലെ
പ്രയോഗിക്കുവാനായിട്ട് സാധിക്കേണ്ടത്, തൻ്റെ ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ കഴിയേണ്ടത് എന്നുള്ള ആ ഒരു പരിശീലനമാണ് ബ്രഹ്മചര്യ ആശ്രമത്തിൽ ഉള്ളത്. ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ, ഞങ്ങളുടെയൊക്കെ കുട്ടിപ്രായത്തിൽ 4 പെൺകുട്ടികൾ, ഞങ്ങൾ എൻ്റെ അനുഭവം പറയാൻ പറഞ്ഞതുകൊണ്ടാണ് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. 4 പെൺകുട്ടികൾ, അതിൽ 3-ാമത്തെ ആൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ലഭിക്കാതെ പോകുന്ന ഒരു നമ്പറാണ് 3-ാമത്തെ നമ്പർ. ആദ്യത്തെ കുട്ടിക്കോ അവസാനത്തെ കുട്ടിക്കോ കിട്ടുന്ന ഒരു ശ്രദ്ധ 2-നും 3-നും കിട്ടില്ല. 2-ാമത്തെ കുട്ടിക്ക് ഇത്തിരി സാമർഥ്യം കൂടും, 3-ാമത്തെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. ഇപ്പം ആരോടും അധികം സംസാരമില്ല. അമ്മ പറയും, ചക്ക ഇട്ട് വെച്ച പോലെയാണ്, എടുത്തു മാറ്റിയാലേ അവൾ അവിടെ നിന്ന് മാറുള്ളൂ. എവിടെ ഇരുന്നാലും അവിടെ ഇരിക്കും, എടുത്തു മാറ്റിയാലേ മാറുള്ളൂ. അപ്പം അങ്ങനെ ഒരു ആ പഠിക്കുന്ന സമയത്ത് പഠന വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ എല്ലാവരും കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ പോകും. എൻ്റെ അമ്മ വളരെ ദാനശീലയായിട്ടുള്ള ഒരു അമ്മയായിരുന്നു. ആര് വന്നാലും എന്ത് വന്നാലും എടുത്തു കൊടുക്കും. അങ്ങനെയുള്ള അമ്മ ഒരിക്കൽ, ഞങ്ങൾ വർഷക്കാലത്ത് കടലിനോട് സമീപത്തായിരുന്നു ഞങ്ങളുടെ വീട്. അപ്പം മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 വയസ്സൊക്കെ പ്രായം ഉണ്ടാവും. അപ്പോൾ ഒരു സ്ത്രീ ഒരു മുണ്ടും ബ്ലൗസും ഒരു ഇട്ട് ഒരു കൊച്ചു കുട്ടിയെ ഒക്കത്ത് വെച്ച്, കുട്ടി കരയുന്നുണ്ട്, എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ഇത്രയും ആർക്കും എന്തും എടുത്ത് കൊടുക്കുന്ന അമ്മ അവരോട് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല പറഞ്ഞിട്ട് വിട്ടു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിൻ്റെ ഈ ഇരിക്കുന്ന കൊച്ചുമക്കളുണ്ടല്ലോ, നിൻ്റെ ഈ മക്കള്, ഇതിലൊരുത്തി തെണ്ടും, ഇതേപോലെ തെണ്ടും, നോക്കിക്കോ എന്ന് പറഞ്ഞൊരു ശാപവചനം പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. അപ്പം അത് സന്യാസിമാരുടെ ഭിക്ഷ എടുക്കലാണല്ലോ. അപ്പം അത് ആരായിരുന്നു എന്ന് അതിനു മുൻപോ അതിനു പിൻപോ ഒന്നും ആ സ്ത്രീയെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് അമ്മ.